ഞാൻ 10th പഠിക്കുമ്പോഴാണ് സി എന്നുള്ള വേർഡ് തന്നെ എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്. അങ്ങനെ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ വലിയ കുഴപ്പമില്ലാതെ ഫൗണ്ടേഷനും പോയി, പിന്നെ ഇന്ററിലോട്ട് കയറി. ഇത്രയും വന്നൊരു ജേർണി ആയിരുന്നില്ല ഇന്റർ എന്ന് പറഞ്ഞപ്പം. അങ്ങനെ നോക്കിയ സമയത്ത് സക്സസ്ഫുൾ രണ്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നുകൂടെ നോക്കി, പേരൊക്കെ ശരിയല്ല, എന്റെ പേര് ഇനി അല്ലേ എന്നുള്ളത്. മെയ് അറ്റംപ്റ്റിൽ പോയ സമയത്ത് ശരിക്കും അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടം, നമുക്ക് ഇനി കിട്ടൂലേ എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. നമ്മളെ അമ്മയെ നേരിട്ട് പിന്നെ മോളൊന്നും പറയണ്ട, അമ്മ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ അമ്മ പറഞ്ഞു അമ്മ വാട്സപ്പിൽ നോക്കി, അപ്പൊ എനിക്ക് കത്തി. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയായി. IIIൽ വന്ന സമയത്ത് മുതൽ തന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് അവിടുത്തെ മാനേജ്മെന്റ് ആണ്. എപ്പോഴും നമ്മുടെ കൂടെ നിന്ന്, ഇപ്പൊ ഫസ്റ്റ് നമ്മളെ ബാച്ച് കഴിഞ്ഞ് നമ്മളെ അങ്ങ് വിടുന്ന പരിപാടിയില്ലേ, നമ്മളെപ്പോഴും IIIലെ സ്റ്റുഡൻസ് തന്നെയാണ്. ജസ്റ്റിൻ സാറും അൻവർ സാറും അവരൊക്കെ ഒരു ടീച്ചിങ്ങിലേക്കുള്ള അപ്രോച്ച് തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് അവർ ടീച്ചിങ്ങിനെ തന്നെ കാണുന്നത്. നമുക്ക് ക്ലാസ് ആണെന്ന് തോന്നൂല, ശരിക്കും ഒരു BCom ക്ലാസ് അല്ലെങ്കിൽ കോളേജിലൊരു ക്ലാസ് എങ്ങനെയാണോ അതിനേക്കാൾ വൈബിലാണ് ക്ലാസ് ഒക്കെ പോകുന്നത്. ഹായ്, എന്റെ പേര് സ്നേഹ ബാബുരാജ്. ഞാൻ IIIലെ നവംബർ 23 ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24 അറ്റംപ്റ്റിൽ എനിക്ക് CA ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റി. ഞാൻ 10th പഠിക്കുമ്പോഴാണ് CA എന്നുള്ള വേർഡ് തന്നെ എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്. അച്ഛൻ ടാക്സ് പ്രാക്ടീഷണർ ആയിരുന്നു. അപ്പൊ പിന്നെ CA എന്ന് പറഞ്ഞപ്പം ഒബ്വിയസ്ലി ആദ്യം ഗൂഗിളിലോട്ടാണ് നോക്കിയത്. പിന്നെ അതിന്റെ പാസ് പെർസെന്റേജ് ഭയങ്കര ടഫ് കോഴ്സാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അതൊന്ന് സ്ട്രൈക്ക് ആയി. അപ്പൊ പിന്നെ വിചാരിച്ചെന്താ പിന്നെ 10th കഴിഞ്ഞ് നേരെ +2 കൊമേഴ്സ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ വലിയ കുഴപ്പമില്ലാതെ ഫൗണ്ടേഷനും പോയി, പിന്നെ ഇന്ററിലോട്ട് കയറി. ഇത്രയും വന്നൊരു ജേർണി ആയിരുന്നില്ല ഇന്റർ എന്ന് പറഞ്ഞപ്പം. ഞാൻ +1 +2 കോവിഡ് ബാച്ച് ആയിരുന്നു. അപ്പൊ നേരെ 10th കഴിഞ്ഞിട്ട് പ്രോപ്പർ ക്ലാസ് ഇരിക്കുന്ന CA ഇന്ററിന്റെ ക്ലാസ്സാണ്. അപ്പൊ തന്നെ ഭയങ്കര ഒരു CA ഇന്റർ ആണ് എന്നുള്ളൊരു സംഭവത്തിലോട്ട് വന്നു. ഞാൻ നവംബർ 23 ബാച്ച് ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് സിലബസ് ആയിരുന്നു, ഓൾഡ് സിലബസ് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങളേത്. ലാസ്റ്റ് ആയപ്പോഴേക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കണോ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കണോ കൺഫ്യൂഷൻ ആയി. ഓൾഡ് സിലബസ് ന്യൂ സിലബസ് ഫുൾ കൺഫ്യൂഷൻ ആയി. ഫസ്റ്റ് അറ്റംപ്റ്റ് വെറുതെ എഴുതിയ പോലെ തന്നെയായിരുന്നു. അത് പോകുന്ന ഓൾമോസ്റ്റ് ഉറപ്പിച്ച ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ മെയ് അറ്റംപ്റ്റ് വന്നപ്പോൾ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ട് കുറെ ഇരുന്ന് പഠിച്ച് എഴുതിയ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റ് റിസൾട്ട്. 2 എക്സംഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അഗ്രിഗേറ്റ് ഉണ്ടായിട്ട് ഒരു പേപ്പറിൽ കുറച്ച് മാർക്കിന് പോയപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു അത്. കാരണം അയ്യോ 3 ഇരുന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ അഗ്രിഗേറ്റ് ഉണ്ടായിട്ട് കിട്ടിയില്ല എന്നുള്ള വേറൊരു വിഷമം. അപ്പൊ ലാസ്റ്റ് ഒന്നുകൂടെ പിടിച്ചു നോക്കാന്നുള്ള ഒരു രീതിയിലാണ് സെപ്റ്റംബർ അറ്റംപ്റ്റ് എഴുതിയത്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുന്ന ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു 50-50 ചാൻസിലായിരുന്നു നിന്നത്. പിന്നെ റിസൾട്ട് ഔട്ടായ സമയത്ത് ഞാൻ ആദ്യം പാസ് പെർസെന്റേജാണ് കണ്ടത്. അപ്പൊ നോക്കുമ്പോൾ ബോത്ത് 5% ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ച് പിന്നെ എന്തായാലും ഉണ്ടാവൂല, കാരണം കുറച്ച് പാസ് പെർസെന്റേജ് കുറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയ സമയത്ത് സക്സസ്ഫുൾ രണ്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നുകൂടെ നോക്കി, പേരൊക്കെ ശരിയല്ല, എന്റെ പേര് ഇനി അല്ലേ എന്നുള്ളത്. പിന്നെ സക്സസ്ഫുൾ വന്നപ്പോഴാണ് ഓക്കെ പാസ്സായി എന്നുള്ള ഇതിൽ വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് അറിയുന്നത് റിസൾട്ട് വന്നതെന്ന്. അപ്പം അതിന് താഴെ തന്നെ വന്നത് പാസ് പെർസെന്റേജ് ആയിരുന്നു. അപ്പം 5% ബോത്തുള്ളൂ. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ഓക്കെ സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുന്ന അറിയായിരുന്നു, പക്ഷെ എന്നാലും സെക്കൻഡ് കിട്ടൂല, ബോത്തിന് പാസ് പെർസെന്റേജ് കുറവാന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് ഞാൻ വാഷ്റൂമിൽ കയറിയിട്ടാണ് നോക്കുന്നത്, എന്തെങ്കിലും ആയ കുളിച്ചിറങ്ങാന്നുള്ളൊരു മൂഡിലാണ് കയറി നോക്കിയത്. പക്ഷെ അപ്പൊ ബോത്ത് എന്ന് പറഞ്ഞപ്പോ ആകെ അയ്യോ, ഫസ്റ്റ് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പേരൊക്കെ ശരിയാണോ എന്നൊക്കെ ഒന്ന് നോക്കി. അപ്പൊ വീട്ടില് അമ്മമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മമ്മേനോട് പറഞ്ഞു, അമ്മമ്മ ഭയങ്കര ഓവറുണ്ടായി, കരഞ്ഞ്, അങ്ങനെയൊക്കെ അമ്മമ്മ കുറച്ച് സീനായി. പിന്നെ അങ്ങനെ വലിയൊരു രീതിയിൽ വലിയൊരു എന്താ പറയാ കരച്ചിലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്തോ ഞാൻ വലിയ കുഴപ്പമില്ലാതെ എന്താ ഹാൻഡിൽ ചെയ്തു. പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റിന്റെ റിസൾട്ട് മെയ് 24 റിസൾട്ട് ഒന്നും ഞാൻ കരഞ്ഞ് കൊളാക്കിണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ കുറച്ചുകൂടെ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുന്ന പ്രതീക്ഷിച്ചോണ്ടായിരിക്കും എനിക്ക് വലിയൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ബോത്ത് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സംഭവം, ഓക്കെ CA ഫൈനലിസ്റ്റ് എന്നുള്ളൊരു സംഭവം കേട്ടപ്പോൾ ശരിക്കും ഒരു ഹാപ്പി മൊമെന്റ് തന്നെയായിരുന്നു അത്. റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയാണ് ഹാർഡ് വർക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലുള്ളത് കാരണം വെച്ചാൽ നമുക്ക് ആർട്ടിഷിപ്പിൻ്റെ സമയത്ത് കൂടെ ചെയ്യേണ്ടതായതുകൊണ്ടേ ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ എന്താ വെച്ചാൽ ആർട്ടിഷിപ്പിൻ്റെ സമയത്ത് കുട്ടികൾ വേറെയൊക്കെ മൈൻഡൊക്കെ മാറിപ്പോവും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും, പിന്നെ കിട്ടില്ല. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തതിനാണ് എന്നോട് പറയാനുള്ളത്. ഇത് നമ്മളെ ഹാർഡ് വർക്കിംഗ് ഇപ്പം തന്നെ ഉള്ളത് തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചില്ലേ. അല്ലാതെ വേറെ ലെവലിലേക്ക് പോയാൽ പിന്നെ കിട്ടൂല. മെയ് അറ്റംപ്റ്റിൽ പോയ സമയത്ത് ശരിക്കും അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടം, നമുക്ക് ഇനി കിട്ടൂലേ എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും ആ സമയത്ത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയി നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. CA കോഴ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെ, നമുക്ക് നല്ല ഫ്രണ്ട്സിന് ഉണ്ടാക്കാം. കുറെ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഉള്ള ഫ്രണ്ട്സ് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക്. അപ്പൊ അവര് പറഞ്ഞ് ഓക്കെ ആണ്, ഇങ്ങനെ തന്നെയാണ്. പിന്നെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു, പേരൻസ് ആണെങ്കിലും.
ഈ കോഴ്സിന്റെ ടഫ്നെസ് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിർത്തി പോരേണ്ട ഒരു കോഴ്സ് അല്ല ഇത്. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് വേർത്ത് ദ ട്രൈ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ 2 അറ്റംപ്റ്റ് കൂടുതൽ എടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അവിടുന്ന് പഠിച്ചു. പിന്നെ കവർ ചെയ്യാതെ വിട്ട പോർഷൻസ് ഒക്കെ പഠിച്ചു. പിന്നെ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. കുറച്ചു കാലം പഠിച്ചു തന്നെ റിവൈസ് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു, എഴുതാൻ പറ്റി എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവള് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കാരണം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും രാത്രിയൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മണ്ടില്ല. പിന്നെ പറഞ്ഞു ശരിയാണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡിൽ എന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ട്. കാരണം 4 പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ട്രിപ്പിൾ വന്ന സമയത്ത് മുതൽ തന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് അവിടുത്തെ മാനേജ്മെന്റ് ആണ്. എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ഇപ്പൊ ഫസ്റ്റ് നമ്മളെ ബാച്ച് കഴിഞ്ഞ് നമ്മളെ അങ്ങ് വിടുന്ന പരിപാടിയില്ലേ, നമ്മളെപ്പോഴും ട്രിപ്പിൾ സ്റ്റുഡൻസ് തന്നെയാണ്. നമുക്ക് എപ്പോൾ ഡൗട്ട് വേണമെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിലും റേസ മാം ആയാലും ലുബ്ന മാം ആയാലും ഭയങ്കര ഈസിലി അപ്രോച്ചബിൾ ആണ്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അവർ റെഡിയാണ്. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും നല്ല ഫാക്കൽറ്റി പൂളാണ്. ഈ ഫാക്കൽറ്റീസ് മെജോറിറ്റി ഫാക്കൽറ്റീസും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പക്ഷെ നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റിൻ സാറും അൻവർ സാറും അവരൊക്കെ ഒരു ടീച്ചിങ്ങിലേക്കുള്ള അപ്രോച്ച് തന്നെ നമ്മളെ ഭയങ്കര ഒരു രീതിയിൽ ചിന്തിക്കുന്നു. നമ്മള് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് അവർ ടീച്ചിങ്ങിനെ തന്നെ കാണുന്നത്. ഇപ്പൊ അൻവർ സാറ് PPT ഒക്കെ ആണെങ്കിൽ ഈ GST വലിയ വലിയ സംഭവങ്ങളൊക്കെ സാർ വളരെ സിമ്പിൾ എക്സാമ്പിൾസിലൂടെ ആയിരിക്കും പറയുന്നത്. ആ പ്രൊവിഷനും അതുപോലെ തന്നെ ആ എക്സാമ്പിൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയുള്ള രീതിയിലാണ് സാറിന്റെ ക്ലാസ്സിൽ ഒരു വട്ടം ഇരുന്നാലും നമുക്ക് തോന്നുന്നത്. പിന്നെ ജസ്റ്റിൻ സാർ ആണെങ്കിലും സാറ് ഫസ്റ്റ് ക്ലാസ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കയറിയ സമയത്ത് തന്നെ സാറ് ഫുൾ പ്രൊവിഷൻ എന്താ CA എന്താ പഠിക്കാനുള്ളത് ഫുൾ പ്രൊവിഷൻ ഒക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് സാറിന് പ്രത്യേകിച്ച് സാറിൻ്റെതായ മെറ്റീരിയൽ ഒന്നുമില്ല. സാർ ഫുൾ മൈൻഡിൽ നിന്ന് എടുത്ത് പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞ് ക്ലിയർ ആക്കി തരുന്ന കാണുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഫാക്കൽറ്റീസിന്റെ അടുത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റിയൊരു ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയെന്നുള്ള തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. ടാക്സ് അടിപൊളിയായിരുന്നു ശരിക്കും. പിന്നെ ബാക്കി ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് CA ഇന്ററിന്റെ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊരു തോന്നൽ നമുക്ക് വരില്ല. നമ്മൾ രാവിലെ മുതൽ ഒരേ സബ്ജക്റ്റ് ആയിരിക്കും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ മൂഡ് ഔട്ട് ആയിരിക്കുകയാണെന്ന് തോന്നുന്നത് ഫാക്കൽറ്റീസ് അവിടെ വൈബ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. പിന്നെ ഫുൾ നമുക്ക് ക്ലാസ് ആണെന്ന് തോന്നൂല. ശരിക്കും ഒരു BCom ക്ലാസ് അല്ലെങ്കിൽ കോളേജിലൊരു ക്ലാസ് എങ്ങനെയാണോ അതിനേക്കാൾ വൈബിലാണ് ക്ലാസ് ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. പഠിക്കേണ്ട കാര്യത്തെ കുറിച്ച് അവരോട് ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ എന്താണോ പഠിക്കേണ്ട വെച്ചോൾ പഠിക്കൂ. പിന്നെ പരീക്ഷ അടുപ്പിച്ചൊക്കെ ആണെങ്കിൽ ഫോണൊക്കെ ഒന്ന് ഓഫ് ആക്കിയിടും. പിന്നെ ഫുൾ ടൈം പഠിത്തമൊക്കെ തന്നെയായിരിക്കും. ഇപ്പൊ CA ആണെങ്കിലും കൂടി പിന്നെ മോളെങ്ങനെ പഠിക്കണം, ഇത്ര സമയം പഠിക്കണം എന്നൊന്നും അവളോട് പറയേണ്ട ആവശ്യം. കാരണം ഒക്കെ അറിയാം ഇതിന്റെ ഒരു ഇതെന്താ സംഗതി എന്നുള്ളത്. പിന്നെ അവൾ അച്ഛൻ എങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മോളെ ഇതൊന്നും ഇങ്ങനെ കളിച്ച് നടക്കേണ്ടതല്ല. പിന്നെ അവളെ ഇടയ്ക്ക് ഫോണൊക്കെ നോക്കുമ്പോൾ അല്ല അച്ഛൻ ഞാൻ പഠിക്കേണ്ടതെന്നൊക്കെ പറയും. പിന്നെ ഫസ്റ്റ് എഴുതിയപ്പോ പിന്നെ ഞങ്ങള് സാരല്ല ഇനി അടുത്തൊരു പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ചാൻസിൽ ഇവക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കിട്ടി, രണ്ടാമത്തെ ഗ്രൂപ്പിലും കിട്ടി. ഇത്ര മാർക്കിൽ പോയപ്പോ ഭയങ്കര ടെൻഷൻ. അന്ന് ഞാൻ പോയില്ല, ജോലിക്ക് പോയില്ല. കാരണം ഉച്ചശേഷം ഇവിടെ സ്ഥിതി എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പം ഞാൻ ശരിക്കും ഒറ്റയാക്കി പോകാനുള്ള ടെൻഷനോട് ഞാൻ പോയില്ല. അപ്പൊ റിസൾട്ട് രാവിലെ തന്നെ വന്നപ്പോ അയ്യോ ഭയങ്കര കരച്ചിലും അമ്മയെന്നൊക്കെ പറയുമ്പോൾ സാരല്ല മോളിന്റെ ഇങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് സംശയം, കാരണം അത് എക്സെപ്ഷൻ തന്നെയാണോ പറഞ്ഞത്, ഇനി എഴുതേണ്ടി വരും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി റിസൾട്ട് പെട്ടെന്ന് കണ്ടപ്പോ. പിന്നെ പറഞ്ഞ് കൂളാക്കി, സാരല്ല ഇനി ബാക്കി 2 കൂടി ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ കുറച്ചൊക്കെ പഠിച്ചില്ലേ, ഇനി കുറച്ചും കൂടി ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ വേറെ ആരെങ്കിലും ക്ലാസ് കാണണമെങ്കിൽ കാണോ, സാറോട് ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുമ്പോ ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചല്ലോ. പിന്നെ എണീക്കുന്ന ടൈമും 3 മണി രാത്രി, എനിക്ക് ഒന്ന് പകൽ അങ്ങനെ ഇല്ലെങ്കിൽ രാത്രി കുറെ ടൈം ഇരുന്ന് ഒരു 3 മണി 3:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ കുറച്ച് സമയം കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാലും അങ്ങനെയൊക്കെയാണ് ഓളത്. അപ്പം ഇപ്പോഴായാലും ഇങ്ങനെ പഠിക്കണം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടേനി മോളെ, 40 കൂടുതൽ കുറച്ചൊക്കെ കിട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും പറയാനായില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് കുറച്ചൊരു ടഫ് ആയിനി, ഓഡിറ്റിങ് കുറച്ചൊരു ടഫ് ആയിനി. പിന്നെ നമ്മൾ സാരില്ല പോട്ടെ, നമുക്ക് എന്നാലും ഫസ്റ്റ് ഗ്രൂപ്പ് ഓക്കെ ആണല്ലോ, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതേനി. പിന്നെ ലാസ്റ്റ് ഇപ്പൊ റിസൾട്ട് പിന്നെ പെട്ടെന്ന് അവര് ഇത് കഴിഞ്ഞപ്പോ അമ്മേ പിന്നെ വേഗം റിസൾട്ട് വരുന്നുണ്ട്, 31-ാം തീയതി റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പം ദീപാവലി ടൈം ആയതുകൊണ്ട് എനിക്ക് ഷോപ്പിൽ പോകേണ്ട തിരക്കും. പിന്നെ അമ്മേനെ ഇവിടെ പിടിച്ചു നിർത്തി, അമ്മ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയതാണ്, അപ്പൊ നിങ്ങൾ വന്ന് നിൽക്കണം. അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം 2-3 മിസ് കോൾ കണ്ടു. പക്ഷെ എനിക്ക് ആ റിസൾട്ടിന്റെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോ അമ്മേന്നുള്ളൊരു
സാഡ് മൂഡിൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സാരില്ല മോളെ, അവന് ട്രെയിനിങ് കൊടുത്തിട്ടാ പോയത്, ടെൻഷൻ ഒന്നും അടിക്കരുത്, നമുക്ക് ശ്രമിച്ചോണ്ടിരിക്കുക, തിരക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് ശ്രമിച്ചോണ്ടിരിക്കുക, ടെൻഷൻ ഒന്നും അടിക്കേണ്ട പോയത്. പക്ഷെ ഇവിടെ അമ്മേന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞു മോളെ ഒന്നും പറയണ്ട, അമ്മ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു അമ്മ വാട്സപ്പിൽ നോക്കി, അപ്പൊ എനിക്ക് കത്തി. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയായി, സന്തോഷം. ഇനി ഫൈനൽ ഓൾ അതുപോലെ തന്നെ പാസ്സാവട്ടെ എന്ന് വിചാരിക്കും. ചില റിസൾട്ട് വന്ന് നമ്മൾ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ടാവും. കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അത് എന്തായാലും വേണ്ട സംഭവമാണ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഓരോ ഫെയിലിയർ ഒരു ലെസൺ ആണ്. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആയെന്ന്. ഒരു ആൻസർ കിട്ടാതിരിക്കില്ല. കാരണം എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ ചിലപ്പം MTPs RTPs നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവില്ല, ചില ഇല്ലസ്ട്രേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എല്ലാം ചെയ്തിട്ടും ലക്ക് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് കിട്ടാത്ത ആളുകളും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിനാണ് ഈ ഒരു CA ചൂസ് ചെയ്തെന്ന് അറിയാം. എല്ലാവരും ഇതിന്റെ ടഫ്നെസ് അറിഞ്ഞ് ചൂസ് ചെയ്ത ആളുകളാണല്ലോ. അപ്പം ഇന്നില്ലെങ്കിൽ നാളെ നെക്സ്റ്റ് അറ്റംപ്റ്റില് ഞാൻ പറയുന്നുണ്ട്, മെയ് പോയാൽ നവംബർ ആ അറ്റം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അത് പോയിന്ന് വിചാരിച്ച് വിഷമം ഉണ്ടാവും, ആ 2 ദിവസം വിഷമിക്കുക, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്ക് ടു നോർമലായി പഠിച്ചു തുടങ്ങാം. പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റൊട്ടീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആണ്. പിന്നെ ബാക്കി നമ്മുടെ പാരന്റ്സും ഫാമിലിയും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർ പറയുന്നത് നോക്കണ്ട, നമ്മൾ കുറച്ച് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതേ ഉള്ളൂ CA. അവളെന്നെ അതൊക്കെ നോക്കലും പിടിക്കലും, എവിടെയാണ് കോച്ചിങ്ങിന് പോകേണ്ടത്. എറണാകുളം ട്രിപ്പിൾ ഐ പിന്നെയാണ് ഇവിടെ വന്നത്, ആദ്യം എറണാകുളം ആയിരുന്നല്ലോ. അപ്പൊ എറണാകുളത്തെ ഇവിടെ ഒറ്റയ്ക്ക് ഒരു വിടണ്ടേന്നൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുന്ന ശീലം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് അത് എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെയാണ് അടുത്ത ഫൗണ്ടേഷൻ കഴിഞ്ഞ ആൾപ്പാണ് ഇവിടെ ട്രിപ്പിൾ ഐ തുടങ്ങുന്നത് പറഞ്ഞത്. അപ്പൊ ഞാനാണ് ഓപ്പോസിറ്റ് കൊച്ചിൻ ബേക്കറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ അവിടെ കോമേഴ്സിന്റെ എന്തോന്ന് വരുന്നുണ്ട് സംഭവം, പിന്നെയാണ് CA എന്നൊക്കെ മനസ്സിലായി. പിന്നെ സന്തോഷമായി, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഞാൻ ഓൾമോസ്റ്റ് 10th കഴിഞ്ഞപ്പോഴേ CA ചൂസ് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരുന്നു. പിന്നെ +2 നമ്മൾ കൊമേഴ്സ് എടുത്തു. പക്ഷെ ആ സമയത്താണല്ലോ 10th നല്ല മാർക്കോടെ പാസ്സായ സയൻസ് എടുക്കുക എന്നുള്ളൊരു സംഭവം വരും. എന്റെ അച്ഛൻ ടാക്സ് പ്രാക്ടീഷണർ ആണ്. അച്ഛൻ CAക്ക് പോയി അൺഫോർച്ചുനേറ്റ്ലി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് CA എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞ അച്ഛനാണ്. കാരണം അച്ഛനറിയാം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കോഴ്സ് അല്ല. ഇപ്പൊ നമ്മൾ സയൻസ് ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറെ കൂടി ഈസിയാണ് കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഫസ്റ്റ് ലെവൽ മുതൽ ലാസ്റ്റ് ലെവൽ വരെ, ലാസ്റ്റ് ഫൈനൽ കഴിഞ്ഞാലേ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ ഇതിൽ തന്നെ എന്താ പറയാ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അച്ഛൻ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്തു. അപ്പോൾ അവളാണ് അമ്മമ്മയെ വേവരിയാണ്. അപ്പൊ ഞാൻ വെച്ച് കുളിമുറിയിൽ വീണ്. അയ്യോ എന്തേ മോളെ. പക്ഷെ അവള് പറഞ്ഞു അമ്മമ്മ ഞാൻ പാസ്സായി. അപ്പൊ ഇഞ്ച കൂടെ ഇല്ലാത്ത ഒരാൾ പോയി, ഇവളെ കൂടെ സന്തോഷിക്കുന്ന ഒരാളില്ല, അവളെ അമ്മച്ചൻ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ ഇവിടെ മോള് പറയുന്നോട് അമ്മമ്മ ഞാനൊന്ന് 2 മണിക്ക് കിടക്കും, അമ്മമ്മ എന്നോട് 3 മണിക്ക് വിളിക്കണേ. ഞാൻ ഇവിടെ തന്നെ ആവും. അപ്പോൾ ഞാൻ വിളിക്കാറുണ്ട്, ഞാൻ 3 മണിക്ക് വിളിക്കും. ചായ വേണോ വയ്ക്കുമ്പോൾ ചായ കാപ്പി വേണ്ട അമ്മമ്മേന്ന് അറിയും. അങ്ങനെയൊക്കെയാണ് പോയത്. അതുകൊണ്ട് പാസ്സായപ്പോൾ നല്ല സന്തോഷം. റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നോക്ക് പറ്റും, നീ നിനക്ക് അടുത്തത് ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ നീ അത് ചെയ്യാം. വേറെ ഈ പ്രാവശ്യം കിട്ടിയില്ല, ഇതാണ് കോഴ്സ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയാൽ മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരാണ് വലിയ ലെവലിൽ എത്തിയെന്നൊന്നുമില്ല. നിനക്ക് ചെയ്യാനാണ് തോന്നുന്നെങ്കിൽ ചെയ്യുക. അവരുടെ സപ്പോർട്ട് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ ഡൗൺ ആയാലും അവരാണ് ഇത് പ്രശ്നമില്ല, അടുത്ത അറ്റംപ്റ്റിൽ ബോത്ത് കിട്ടാനാണെങ്കിലോ നിന്റെ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് കിട്ടാനെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. പിന്നെ അമ്മമ്മേനാണ് എടുത്ത് പറയേണ്ടത്. അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മമ്മയും അമ്മച്ചനും. ലൈക്ക് എന്റെ ജേണി ഞാൻ എവിടെയെങ്കിലൊക്കെ സക്സസ്ഫുൾ ആയി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന, ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ആളുകളൊക്കെ ആയിരിക്കും അമ്മമ്മയും അമ്മച്ചനും പറഞ്ഞ. അൺഫോർച്ചുനേറ്റ്ലി ഇന്റെ ഈ ഒരു സക്സസ് ഉള്ളപ്പോ അമ്മച്ചന്റെ കൂടെ ഇല്ല. അപ്പൊ ഏതൊരു സക്സസ് വന്നു കഴിഞ്ഞാലും ഒരു 90% ഒക്കെ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, ഒരു 10% അവിടെ ഉണ്ടാവും. കാരണം അമ്മച്ചനോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് നീ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നത് എനിക്ക് കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു ജേണിയിൽ അമ്മച്ചൻ ഉണ്ടാവാൻ പറ്റിയില്ല. പിന്നെ അമ്മമ്മയാണെങ്കിലും ഈ അമ്മമ്മ ഉള്ളപ്പോ ഞാൻ വീട്ടിൽ അലാറം വെക്കാറില്ല. ലൈക്ക് അമ്മമ്മ വിളിക്കും. അച്ഛനും അമ്മയാണെങ്കിൽ പിന്നെ പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആണ്, ഞാൻ നീക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ അമ്മമ്മയാണെങ്കിൽ എപ്പോഴാണ് വിളിക്കണ്ടേ, 4 മണിക്ക് വിളിക്കണം, 5 മണിക്ക് വിളിക്കണം, പിന്നെ അലാറം വെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അമ്മമ്മ വിളിച്ച് നമ്മളെ നീപ്പിച്ചോളും. അതുകൊണ്ട് ആ ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു രീതിയിൽ ബോത്ത് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അതിന്. പിന്നെ ഫ്രണ്ട്സും നല്ല, നമ്മൾ ഡൗൺ ആകുമ്പോൾ തന്നെ എന്താ ഡൗൺ ആവുന്നത്, ഇതിങ്ങനെയല്ലേ, ഓക്കെ കുഴപ്പമില്ല, ട്രൈ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സും അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മുടെ ജേർണി.